തൃശൂർ ചാവക്കാട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായി പരാതി. പെരുമ്പായിപ്പടി സ്വദേശിയായ 13 വയസ്സുകാരനെയാണ് പ്രിൻസിപ്പൽ കൈകൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചത്. വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. കമ്പ്യൂട്ടർ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കമ്പ്യൂട്ടർ ലാബിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരും വെള്ളം കുടിക്കാൻ പോയി. അപ്പോൾ കല്യാൺ മിസ് എന്ന് പറഞ്ഞൊരു മിസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്സിനെ പിടിച്ചു എൻ്റെ ID കാർഡ് ഊരി. എന്നിട്ട് ഫാദറിൻ്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കൊണ്ടുപോയി. ഫാദർ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഇതാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കാനാണ്. അങ്ങനെ ആ ദേഷ്യത്തിൽ അയാൾ എന്നെ കൈ പിടിച്ച് വെച്ചിട്ട് ഇവിടെ നല്ലൊരു പിച്ചിൽ വീശി. അപ്പോൾ അയാൾ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുഖത്ത് കടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മുഖം കവർ ചെയ്തു. അപ്പോൾ അടി ഇവിടെ കൊണ്ടു. എന്നിട്ട് അത് ദേഷ്യത്തിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് വീശി എൻ്റെ മുഖവും ചെവി കവർ ചെയ്യുന്ന രീതിയിൽ അടിച്ചു. ആ ഒരു 15 മിനിറ്റും എനിക്ക് മൂളിച്ചലും പിന്നെ തലൊക്കെ ഭയങ്കര കറക്കലും ചെവിയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. മുഖമൊക്കെ ഫുള്ള് ചുവന്ന് ഒരു ഇതായി. അപ്പോൾ അത്രയും നല്ല സ്ട്രോങ്ങിലാണ് അടിച്ചത്. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? സ്കൂൾ അധികൃതർ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നമുക്ക് നൽകുന്നുണ്ടോ? വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പളാണ് ഇത്തരത്തിൽ കുട്ടിയെ ഉച്ചയ്ക്ക് ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ക്ലാസ്സിൽ കയറിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചത്. പാലുവായി പെരുമ്പായിപ്പടി സ്വദേശിയായിട്ടുള്ള 13 വയസ്സുകാരനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ളത്. കൈകൊണ്ട് മുഖത്ത് അടിക്കുകയായിരുന്നു. ഈ വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞെത്തിയപ്പോഴാണ് ഈ വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. ചെവിക്ക് വേദന അനുഭവപ്പെട്ടതോടെ വിദ്യാർത്ഥി ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ, അതായത് മുൻപും ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. എന്തായാലും നിലവിൽ ഈ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കളടക്കം ഈ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. രാജീവ്. മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.